നവനീതിനെ അഭിനന്ദനെയും മറന്നില്ലല്ലോ അല്ലേ? 2 മാസം മുമ്പാണ് നമ്മൾ അവിടെ ആദ്യത്തെ വീഡിയോ ചെയ്തത് ക്ലീനിങ് സർവീസിൻ്റെ. വളരെ നന്നായിട്ട് അവിടെ കമ്പനി പോകുന്നു. അതോടൊപ്പം അഭിനന്ദ് പുതിയൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചേക്കുവാണ്. വെജിറ്റബിൾസ്, മീറ്റ്, ഫിഷ് അങ്ങനെ എല്ലാം കൂടെ ആയിട്ടൊരു കട. കഴിഞ്ഞ ദിവസം വീട്ടിൽ വെള്ളം കയറിയപ്പോൾ ഈ മക്കൾ ഓടി വന്നത് ഞാൻ പറഞ്ഞായിരുന്നു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവരുടെ കടയുടെ ഉദ്ഘാടനത്തിനെന്ന് ഞാൻ അവിടെ എത്തി. വല്ലാണ്ട് നമ്മളെ ചലഞ്ച് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ കാണാനിടയായി. ഒന്ന്, അവന് കുറേ നല്ല കൂട്ടുകാരുണ്ടായിരുന്നു, കട്ട സപ്പോർട്ടായിട്ട്. 2, നാട്ടിലെ മുതിർന്നവരായ ഒരു കൂട്ടം നല്ല മനുഷ്യർ. ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് തന്നെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് പോകാനുള്ള തിരക്കായിരുന്നേ. ഞാൻ ഓർക്കുവാണ് എന്ത് പെട്ടെന്നാണ് ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ അവൻ്റെ വേരുകൾ ഇങ്ങനെ ആഴത്തിൽ പാകിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവനെ പൊതിഞ്ഞുകൊണ്ട് നല്ലൊരു സുഹൃത്ത് വലയുണ്ട് അവിടെ. അഭിനന്ദിൻ്റെ കൂടെ അവൻ്റെ വളർച്ചയിൽ ഇങ്ങനെ നോക്കിക്കണ്ട ആളെന്ന് നിലയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ചുമ്മാ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എടുത്ത് ചാടി വെക്കുന്ന സ്റ്റെപ്പുകളൊന്നുമല്ല ഇത്. ക്ലീനിങ് സർവീസിലൂടെ തുടങ്ങി കയ്യിൽ അത്യാവശ്യം ക്യാഷൊക്കെ ഇങ്ങനെ സമ്പാദ്യമൊക്കെ ആക്കി നല്ലവണ്ണം ആലോചിച്ച് പെറുക്കിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. ഫ്രഷ് പോയിൻ്റ്. പ്രിയമുള്ളവരെ, എൻ്റെ വീട് ഇവിടെ അടുത്തുനിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരെയാണ്. പക്ഷേ എപ്പോഴെങ്കിലും പയ്യന്നൂർ സൈഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ അടുത്ത് പോയിരിക്കും. 2 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, എല്ലാം ഫ്രഷായിട്ടാണ് ഇവർ വിൽക്കുന്നത് അവിടെ. 2, കുറച്ച് നല്ല മൂല്യങ്ങളുള്ള ചെറുപ്പക്കാരൻ്റെ രണ്ടാമത്തെ സംരംഭമാണ് ഇത്. നമുക്ക് വിജയിപ്പിക്കണം. അതോടൊപ്പം ഈ മകൻ വിജയിക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ അവൻ്റെ അച്ഛനെ അമ്മേനെ അവിടെ കണ്ടു. എന്ത് ബഹുമാനത്തോടെയും വിധേയത്വത്തോടും കൂടിയായിരുന്നറിയാം ആ മകൻ അച്ഛനോടും അമ്മയോടൊക്കെ പെരുമാറുന്നത് കണ്ടത്. വേദനയോടെ നമ്മുടെ ഇടയ്ക്ക് നിന്ന് നഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്ന ചില മൂല്യങ്ങളും ഗുണങ്ങളൊക്കെ ഒരാളിൽ വീണ്ടും കാണുന്നുണ്ടെങ്കിലുണ്ടല്ലോ, പേടിക്കേണ്ട, അവൻ ക്ലിക്കായിരിക്കും. ഫ്രഷ് പോയിൻറ്റിൻ്റെ താൽക്കാലികമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫ്ലെക്സ് അവിടെയുണ്ട്. കല്ലും പലകയൊക്കെ എടുത്ത് അത് സെറ്റാക്കിയേക്കുന്നത്. നമുക്കത് ഇരുമ്പും കോൺക്രീറ്റും കൊണ്ട് അവിടെ അങ്ങ് ഉറപ്പിക്കണം. ഒരു 10-40 വർഷം മുന്നിൽ കാണണം. എന്നിട്ട് കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിൽ, കേരളത്തിൽ, എന്തിന് നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തേക്കും ഇതൊക്കെ മത്സ്യങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുന്ന തരത്തിലേക്ക് ഈ മക്കളെ നമുക്ക് ഉയർത്തണം. നേരിട്ട് ഹാർബറിൽ നിന്ന് മീൻ എടുക്കുന്നതുകൊണ്ട് കണ്ണൂർ ജില്ലയിലുള്ള ചെറുകിടക്കാർക്കും ഹോട്ടലുകളിലേക്ക് എല്ലാവർക്കും മീനുകളൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അതോടൊപ്പം ചിക്കനും വെജിറ്റബിൾസ് എല്ലാം ഇവർ ഹോം ഡെലിവറി ആയിട്ടും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്ന് വരുമ്പം മണിയറ വയലിനടുത്ത് വരുന്ന ജുമാ മസ്ജിദിനടുത്താണിത്. അഭിനന്ദിൻ്റെ കൂടെ അവൻ്റെ അമ്മാവനും കൂടെ ഷെയർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ ഓർക്കാണ്, വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കൂടി ഒരു യുവാവിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നാടാണ് വളരുന്നത്. അതോടൊപ്പം ഇതെല്ലാം നോക്കിക്കണ്ട് വളരുന്ന തലമുറയ്ക്ക് കിട്ടുന്ന ഉൾക്കാഴ്ചകളും. പ്രിയമുള്ളവർ, നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യണം, നിസ്വാർത്ഥമായി സപ്പോർട്ട് ചെയ്യണം. ഇവരുടെ ജേണിയിൽ ഞാൻ ഇവരുടെ ഒപ്പം ഉണ്ട്. കാരണം വീട്ടിൽ വെള്ളം കയറി ഇങ്ങനെ പകച്ചു വന്ന സമയത്ത് ഇവരൊരു സെറ്റ് മക്കളായി ഇങ്ങ് വന്നത്. മറ്റുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് കൂടെ നിൽക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെ സമൂഹത്തിൻ്റെ ഒരു അസറ്റാണ്. അത്തരം മക്കളൊക്കെ നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിലുണ്ടല്ലോ, അതൊക്കെ വലിയ നഷ്ടം തന്നെയാണ്. പോകണം, വാങ്ങണം, കൂടെ നിൽക്കണം. ഗോ ക്ലീൻ ക്ലീനിങ് സർവീസിനോടൊപ്പം ഫ്രഷ് കട്ടും. മക്കൾ വളരുവാണ് വലിയ സ്വപ്നങ്ങളോടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.